സംഭവത്തിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് അടർന്നു വീണ് 4 പേർക്കാണ് മരണം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് പൊളിച്ചു നീക്കാൻ തീരുമാനിച്ച വലിയങ്ങാടിയിലെ കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് കോഴിക്കോട് വലിയങ്ങാടിയിലെ 3 നില കെട്ടിടത്തിന്റെ സ്ലാബ് അടർന്നു വീണത്. കെട്ടിടത്തിൽ താഴെ വിശ്രമിക്കാനെത്തിയ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെയുണ്ടായിരുന്ന 7 പേരിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. സ്ലാബിനടിയിൽ പെട്ടുപോയ 5 പേരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് പുറത്തെടുത്തത്. ഉടനെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിനോദും പിന്നീട് മരിച്ചു. നിരവധി പേർ ഇവിടെ ഇരിക്കാറുണ്ടെന്ന് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മുഹമ്മദ് അൽഫാസ് പറഞ്ഞു. ഇയാളുടെ പിതാവ് അബ്ദുൾ റഷീദിന് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ശരിക്കും ഞാനും പെടേണ്ടേനി. അതിൽ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ സംഭവം നടക്കുന്ന ഒരു മിനിറ്റ് ഉള്ളൂ ഞാൻ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് നടന്നിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ എന്തോ വണ്ടി തട്ടിയ സൗണ്ടായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ നമ്മളെ പുള്ളി ഒടിയിങ്ങനെ പൊന്തുള്ളൂ. അപ്പോഴാണ് അവൻ എൻ്റെ വാപ്പാന്ന് പറഞ്ഞിട്ട് പാഞ്ഞു വരാ ചെയ്തത്. കെട്ടിടത്തിന്റെ ഉൾഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. അകത്ത് അതിന്റെ മുകളിലുള്ള ഭാഗമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വീഴും. അതൊക്കെ ഞങ്ങൾ കമ്പിയൊക്കെ പുറത്തു വരുന്നത് തേച്ചൊക്കെ റെഡിയാക്കി ഇപ്പൊ മെയിൻ്റനൻസ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക. പൊളിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുക. കോർപ്പറേഷൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റില്ല ഇറങ്ങിപ്പോയിക്കോ എന്നുള്ള രീതിയിൽ അവർ സമീപനം. കാരണം 1977 നിർമ്മിച്ച കെട്ടിടത്തിൽ ആദ്യകാലത്ത് പാസ്പോർട്ട് ഓഫീസാണ് പ്രവർത്തിച്ചിരുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.